പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളൊക്കെ പരസ്യ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തിന്റെ മേയർ ബ്രോ ആയി വന്നു. പിന്നീട് വട്ടിയൂർക്കാവിന്റെ MLA ആയ VK പ്രശാന്ത്. വട്ടിയൂർക്കാവിന്റെ വഴികളിലും ജനങ്ങളുടെ മനസ്സിലുമൊക്കെ ഒരുപോലെ പതിഞ്ഞ പേരാണ് VK പ്രശാന്ത് എന്നുള്ളത്. പ്രവർത്തനത്തിലൂടെ വിശ്വാസം കൂട്ടി മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ VK പ്രശാന്താണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്ന ആദ്യ ദിവസം നമുക്കൊപ്പം ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടു കൂടി ശ്രീ VK പ്രശാന്തിനെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ VK പ്രശാന്ത്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. നല്ല തിരക്കുള്ളൊരു ദിവസമാണെന്നറിയാം. ഇന്നേക്ക് 25-ാം ദിവസം കേരള ജനത വിധി എഴുതാൻ പോവുകയാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യം റോഡ് ഷോ നടത്തിയ ഒരാൾ കൂടിയാണ് അങ്ങ്. ആ റോഡ് ഷോയിലാണെങ്കിൽ ഗംഭീര ജനപങ്കാളിത്തവുമായിരുന്നു. അപ്പം എത്രയാണ് ആത്മവിശ്വാസം? അല്ല, തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് അദ്ദേഹം പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ റോഡ് ഷോയ്ക്കാണ് അദ്ദേഹം ഹാരമിട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ CPM-ഉം CPI-യും LDF ഒക്കെ തന്നെ പൊതുവിൽ പൂർത്തീകരിച്ചിരുന്നു. ആദ്യം പ്രഖ്യാപിച്ച ഉടൻ തന്നെ സ്ഥാനാർത്ഥികളിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ നേരത്തെ തന്നെ പ്രവർത്തന സജ്ജമാക്കി, എല്ലാ തലങ്ങളിലുമുള്ള കമ്മിറ്റികൾ സജ്ജമാക്കി, ചുവരെഴുത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, മറ്റെല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് പ്രഖ്യാപനച്ച് ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് നല്ല ജനപങ്കാളിത്തത്തോടു കൂടി റോഡ് ഷോ നടത്താൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പരമാവധി വികസനം വട്ടിയൂർക്കാവിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണയും ജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഇടപെട്ടത്. LDF ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളുടെയും സഹായം ഞങ്ങൾക്ക് ലഭിച്ചു. അതെ 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 ആദ്യം 14,685 ആയിരുന്നു. അത് 21,000-ന് അപ്പുറത്തേക്ക് വർദ്ധിച്ചു. അതെ, തീർച്ചയായിട്ടും 21,000-ൽ നിന്നും മുകളിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാകും എന്ന്. അങ്ങനെ പറയാൻ തക്ക നിലയിലുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മണ്ഡലത്തിൽ ഇടപെടാൻ കഴിഞ്ഞ 5 വർഷവും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. കാരണം വീട്ടുകാരൻ എന്നോണം എല്ലാ വീട്ടുകാരും, എനിക്ക് തോന്നുന്നു കുറേ അധികം ആൾക്കാരെയും പേരെടുത്ത് പറയാൻ തക്കവണ്ണം പരിചയമുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ 1 വർഷമാണല്ലോ ലഭിച്ചത്, കഴിഞ്ഞ 5 വർഷവും. അങ്ങനെ 6 വർഷം കൊണ്ട് വട്ടിയൂർക്കാവുകാരനായിട്ട് തീർച്ചയായിട്ടും ഞാനും അവരിൽ ഒരാളായിട്ടുണ്ട്. എല്ലാ ചടങ്ങുകളിലും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ നിത്യസാന്നിധ്യമായിട്ട് ഞാനിവിടെ ഉണ്ട്. മാത്രമല്ല വികസനവും നടക്കും. അപ്പോൾ ഒരു വ്യത്യാസം അതാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങൾ കൊണ്ട് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും 6 വർഷം കൊണ്ട് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സാധ്യമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, പേർക്കടയുടെ മേൽപ്പാലം, ഇങ്ങനെ എണ്ണി പറയാൻ കഴിയാവുന്ന 1,685 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിലാകമാനം നടപ്പാക്കിയത്. അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുണ്ട്, യാഥാർത്ഥ്യമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും. എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും മണ്ഡലത്തിലില്ല. ശ്രീ VK പ്രശാന്ത്, ഇപ്പം അങ്ങ് എതിർ സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ പോകണം. ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളിപ്പം കേരളത്തിൽ ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ത്രികോണ മത്സരമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാലും വട്ടിയൂർക്കാവ് അതിശക്തമായ ഒരു ട്രയാങ്കിൾ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം BJPക്ക് വേണ്ടി അവിടെ R ശ്രീലേഖ വരുന്നു. R ശ്രീലേഖ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന് അവിടെ ജയിച്ചു. അതിന് തൊട്ട് പിന്നാലെ തന്നെ MLA-യുടെ ഓഫീസ് വേണമെന്ന് പറയുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു ഓഫീസൊക്കെ എടുത്ത് അപ്പോഴേ പ്രവർത്തനമൊക്കെ തുടങ്ങിയ ശ്രീലേഖ കോൺഗ്രസിന് വേണ്ടി, കോൺഗ്രസിൻ്റെ കരുത്തൻ എന്നവർ വിശേഷിപ്പിക്കുന്ന K മുരളീധരൻ മുതിർന്ന നേതാവ് അവിടെ വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണ വട്ടിയൂർക്കാവിൽ കാര്യങ്ങൾ കുറച്ച് കടുക്കുമോ ശ്രീ VK പ്രശാന്ത്? അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഓഫീസ് വിവാദമൊക്കെ ഞങ്ങൾ അവസാനിച്ച് ഞങ്ങൾ വേറെ ഓഫീസിലേക്ക് മാറിയല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ തുടക്കം അതുവഴി ലഭിക്കുകയുണ്ടായി. സ്വസ്ഥമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു തുടക്കം ലഭിക്കുകയുണ്ടായി. ശ്രീ K മുരളീധരൻ 8 വർഷം വട്ടിയൂർക്കാവിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ടാണ് രാജിവെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയത്.
അപ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ ഭയപ്പെടുന്നില്ല. ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യതയും അവിടെ ഉണ്ടാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പ്രാധാന്യത്തെ ഞങ്ങൾ കുറച്ച് കാണിക്കുന്നില്ല. ആ ഗൗരവത്തോടു കൂടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആളുകളുടെയും വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും വിധമുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. അതിലൂടെയായിരിക്കും ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുക. ഓക്കെ, ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പം കഴിഞ്ഞ 5 വർഷം ചെയ്ത പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ഇപ്പം ഒരു MLA എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷം നമുക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, നിരവധി കാര്യങ്ങൾ ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഏതാണ്ട് 1685 കോടി രൂപയുടെ വികസനമാണ്. അതിൽ 1300 കോടി രൂപയിലധികം കിഫ്ബിയിൽ നിന്നുള്ള പണമാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലെ ലാൻഡ് അക്വിസിഷൻ പൂർണ്ണമായും നടപ്പാക്കി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തി. പേർക്കട മേൽപ്പാലത്തിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടത്തി. ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. പുതിയൊരു കരാർ കമ്പനി ആ നിർമ്മാണം ഏറ്റെടുത്തു കഴിഞ്ഞു. നിർമ്മാണോദ്ഘാടനം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഓരോ മേഖലയിൽ ഇപ്പോൾ സ്കൂളുകളുടെ മേഖല എടുത്താൽ ഏതാണ്ട് 64 കോടി രൂപയുടെ വികസനം സ്കൂളുകളിൽ മാത്രം നടത്തുകയുണ്ടായി. കുലശേഖരം പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഏതാണ്ട് 33 കോടി രൂപയുടെ പദ്ധതികൾ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 137 കോടി രൂപയുടെ പദ്ധതി, ഇങ്ങനെ എണ്ണി പറയാൻ കഴിയാവുന്ന നിരവധി നേട്ടങ്ങൾ. ഇപ്പം നഗരസഭാ റോഡുകൾ, അതിന് മാത്രം 63 കോടി രൂപ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലും നടന്ന വികസനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കത് ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയലുകളിലും QR കോഡ് നൽകുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏതാണ്ട് 1400-ലധികം ആളുകൾക്കാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം ലഭിച്ചത്. അപ്പോൾ ഇതെല്ലാം ആർക്കാണ് ലഭിച്ചത്, എവിടെയാണ് നടപ്പാക്കിയത് എന്ന് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ നിലയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരിക്കും ഞങ്ങൾ പ്രചരണത്തിലെടുക്കുക. ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് അതിന് വോട്ട്, കുറവുകളുള്ളത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രകടന പത്രികയും ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ മണ്ഡലത്തിൻ്റെ ഭാവി വികസനം എങ്ങനെയായിരിക്കും, 2040 വട്ടിയൂർക്കാവ് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കും. ഞങ്ങൾ LDF തുടർച്ചയായി വന്നാൽ ആ വിഷൻ എത്തിക്കുക എന്നുള്ള ദൗത്യമായിരിക്കും ഞങ്ങൾ നിർവഹിക്കുക. തീർച്ചയായും. ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പം 110 സീറ്റ് നേടി മൂന്നാമതും ഭരിക്കുമെന്നാണ് CM അടക്കം പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ചു. അത് അടിപൊളിയുമാണ്. മറ്റാരും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം അത്രത്തോളം തന്നെ ആത്മവിശ്വാസത്തോടെ മൂന്നാമതും ഇടതു സർക്കാർ വരും, പിണറായി 3.0 ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയുമോ? അല്ല, പറയുന്നതിൽ ഒരു സന്ദേഹവും ഇല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ 110 സീറ്റിലേക്ക് എന്നുള്ള ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. കാരണം ഇവിടെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. പവർ കട്ടില്ലാത്ത, അതിദാരിദ്ര്യമില്ലാത്ത, ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, 64 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്ന, വികസനങ്ങൾ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ വിഴിഞ്ഞം ഉൾപ്പെടെ യാഥാർത്ഥ്യമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിട്ടുണ്ട്. യാതൊരുവിധ അഴിമതി ആരോപണവും ഈ സർക്കാരിനെതിരെ ആരും ഉന്നയിച്ചിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുൻപൊന്നുമില്ലാത്ത വട്ടം അത്രയധികം വികസന പ്രവർത്തനങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിപ്പം പശ്ചാത്തല സൗകര്യ വികസനത്തിലാണെങ്കിലും ഓരോ മേഖലകൾ എടുത്തു നോക്കിയാൽ ആ മേഖലകളിൽ ഇപ്പം വാണിജ്യ വ്യവസായ മേഖലകളിലേക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ച, ഇങ്ങോട്ടേക്ക് വന്ന നിക്ഷേപമൊക്കെ മറ്റൊരു കാലത്തും കേരളത്തിന് അവകാശപ്പെടാൻ കഴിയാത്തതാണ്. പക്ഷേ ഇതൊക്കെയും ആ രീതിയിൽ, അതായത് വികസനപരമായി കേരളം ഇത്രയും മുന്നിലെത്തി എന്നുള്ള കാര്യം ആ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ CPIM-നും ഇടതു മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ ആൻറ്റി ഇൻകംബൻസി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത് പൂർണ്ണാർത്ഥത്തിൽ അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല, എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ, 25-ാമത്തെ ദിവസം വിധി എഴുതാൻ പോകണം, 1 മാസം തികച്ചില്ല. അപ്പം അതിൽ ഒരു ദിവസം നിശബ്ദ പ്രചാരണമായിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ ചുരുങ്ങിയ കാലയളവിൽ പൂർണ്ണമായിട്ടും ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത് ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതും മറ്റ് പദ്ധതികളും ഒക്കെ ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് അവരുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യം മറച്ചു പിടിക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല.
അത് മറച്ചുപിടിക്കാനാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങൾ അതിനെ അതിജീവിക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വീടാന്തരം നടക്കുന്ന ക്യാമ്പയിനുകളിൽ വികസനമായിരിക്കും ഞങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം. മറ്റെന്ത് വിവാദം കൊണ്ടുവന്നാലും അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾക്ക് പറ്റും. UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ ഇല്ലാതാകും എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കുണ്ട് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ക്യാമ്പയിനിൽ വികസനങ്ങളായിരിക്കും ഞങ്ങൾ മുഖ്യമായിട്ട് ഫോക്കസ് ചെയ്യുക. വട്ടിയൂർക്കാവിൻ്റെ കാര്യം പറഞ്ഞാലും ഈ നിലയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ 8 വർഷം കൊണ്ടുണ്ടാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ 6 വർഷം കൊണ്ട് നടപ്പാക്കാൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം. ഭരണം തുടർച്ചയായി വന്നതുകൊണ്ടാണ് കേരളത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായത്. അത് ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നേട്ടങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ, ദൗത്യം പൂർത്തിയാക്കാൻ ഒരു അവസരം കൂടി ജനങ്ങൾ നൽകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പം എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. ശ്രീ VK പ്രശാന്ത്, അപ്പം ഇന്നിപ്പം ഇനി എവിടെയാണ് പ്രചരണം? എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇന്ന് രാവിലെ? ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ മണ്ഡലം കമ്മിറ്റി ചേരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇന്നലത്തെ റോഡ് ഷോയുടെ തുടർച്ച കൊടുങ്ങാനൂരിൽ നിന്ന് ആരംഭിക്കും. നമ്മുടെ പേർക്കട മേഖലയിലെ വാർഡുകൾ കവർ ചെയ്തുകൊണ്ട് ആയിരിക്കും റോഡ് ഷോ നടക്കുക. അപ്പം നല്ല ജനപങ്കാളിത്തത്തോടു കൂടി ഇന്നത്തെയും റോഡ് ഷോ നടക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഞങ്ങൾ ചുവരെഴുത്തുൾപ്പെടെ പോസ്റ്റർ ഉൾപ്പെടെ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് പതിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. മറ്റ് പ്രവർത്തനങ്ങൾ ഇന്ന് ചേരുന്ന മണ്ഡലം കമ്മിറ്റിയിൽ പ്ലാൻ ചെയ്ത് വീടാന്തരമുള്ളതും അഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കും. ഓക്കെ, അപ്പം വളരെയധികം നന്ദി ശ്രീ VK പ്രശാന്ത്. ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന് വളരെ തിരക്കുള്ള ദിവസമാണെന്ന് അറിയാമെങ്കിലും കുറച്ച് സമയം ഞങ്ങൾക്കിപ്പം ചെലവഴിച്ചതിന് ഒപ്പം എല്ലാവിധ ആശംസകളും വിജയാശംസകൾ നേരുകയാണ് അഡ്വാൻസായി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.